ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇന്ന് നമ്മുടെ 5ാമത്തെ ക്ലാസ് ആണ്. ഇന്നും നമ്മൾ 50 ചോദ്യങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അത് പെട്ടെന്ന് തന്നെ പഠിക്കാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരുപാട് വലിയൊരു നന്ദി പറയാനുണ്ട്. ഈ ഒരു ക്ലാസ്, ഈ ഒരു സീരീസ് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരാൾക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവണം എന്നാണ്. പക്ഷെ ഇന്ന് ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട്. എനിക്ക് ഒരുപാട് ലൈക്സും കമൻസും ഒക്കെ കിട്ടുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എനിക്കിങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണം. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഞാൻ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത കാര്യങ്ങൾ എനിക്ക് എന്തായാലും പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കൊരു ഫാമിലി പോലെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പഠിച്ച് മുന്നേറി, എന്നിട്ട് ഈ ഒരു കമൻസിൽ തന്നെ നമുക്കത് പറയാൻ പറ്റണം. എനിക്ക് ജോലി കിട്ടി, ഇന്ന് റാങ്ക് ആണെന്നൊക്കെ എനിക്കത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇന്ന് നിങ്ങൾ ഓരോ ലൈക്കും കമൻസും ഒക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ഇനി നമ്മുടെ പരീക്ഷകളൊക്കെ കഴിയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് പറയുന്ന ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. ഒരിക്കലും അതിലൊരു മടി പിടിക്കാൻ പാടില്ല. മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ എവിടെയാണ് വീക്ക് നമുക്ക് മനസ്സിലാവാം. പിന്നെ PYQs ചെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് നമുക്ക് മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഏരിയ നമുക്ക് അറിയില്ലെങ്കിൽ ഒന്നുകൂടെ പഠിക്കാം, ഇനി അറിയുന്നതാണെങ്കിൽ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്കൊരു സ്മാർട്ട് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഒരു സിലബസ് മുഴുവൻ കവർ ആയിട്ടില്ലെങ്കിലും നമുക്ക് ഒരു പരീക്ഷയിൽ നല്ലൊരു റാങ്ക് കിട്ടി പെട്ടെന്ന് ജോലിയിൽ കയറാൻ സാധിക്കും. ഒരു സിലബസ് കംപ്ലീറ്റ് പഠിക്കുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം നമുക്ക് ഇനി ഒരുപാട് സമയമില്ല. നിങ്ങൾക്കറിയാം, ദിവസങ്ങളൊക്കെ ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് ഈ ഒരു സമയത്ത് ഒരു തെറ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജിയോ പ്ലാനോ ടൈം ടേബിളോ ഒന്നും തന്നെ വേണ്ട. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പം ഈ സീരീസ് നിങ്ങൾക്ക് അതുപോലെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അധികം ഡിലേ ഒന്നുമില്ലാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ബോംബെ വിക്ടോറിയ തുറമുഖത്തെ തീ അപകടം. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിന്റെ പേര് എന്ത്? ഈഥൈൽ മെർകാപ്റ്റേൻ. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിന്റെ പേര് എന്ത്? ഈഥൈൽ മെർകാപ്റ്റേൻ. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകം ആകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയുടെ പേരെന്ത്? ഉത്പതനം. ഇംഗ്ലീഷിൽ സബ്ലിമേഷൻ എന്ന് പറയും. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകം ആകാതെ നേരിട്ട് വാതക രൂപത്തിൽ ആകുന്ന പ്രക്രിയയുടെ പേര് ഉത്പതനം. അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ഓക്സിജൻ, ഹൈഡ്രജൻ, അസറ്റലിൻ എന്നിവ അതിന് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഓക്സിജൻ ഒക്കെ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഹൈഡ്രജൻ ആണെങ്കിൽ അതൊരു ഭൂകമ്പത്തിന് തന്നെ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓക്സിജൻ, ഹൈഡ്രജൻ, അസറ്റലിൻ ഇതൊക്കെ കത്താൻ സഹായിക്കുന്നതും കത്തുന്നതും സ്ഫോടന സാധ്യത ഉള്ളതൊക്കെ ആയതുകൊണ്ട് എന്തിലും ഉപയോഗിക്കുന്നില്ല? അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കണേ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൈബർ പോർണോഗ്രാഫി. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൈബർ പോർണോഗ്രാഫി. വക്കം അബ്ദുൽ ഖാദർ മൗലവി അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ച ഭാഷ അറബി മലയാളം. വക്കം അബ്ദുൽ ഖാദർ മൗലവി അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ച ഭാഷ അറബി മലയാളം. തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ സ്ഥാപിച്ച നവോത്ഥാന നായകൻ പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ
സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. ഇവിടെ നമുക്ക് തിരുവിതാംകൂറിലെ ചേരയെ പിടിക്കാൻ വേണ്ടി പാമ്പാട്ടി വന്നു എന്ന് ഓർത്തു വെക്കാവുന്നതാണ്. ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. ഓക്കെ, അപ്പൊ KP കറുപ്പൻ കുമ്മിയടിയില് ഒരു പണ്ഡിതനാണ് എന്നൊക്കെ ഓർത്ത് വെച്ച് മനസ്സിലാക്കി വെക്കണം. ബ്രഹ്മസമാജത്തിന്റെ കോഴിക്കോട്ടെ നേതാവ്? അയ്യത്താൻ ഗോപാലൻ. ബ്രഹ്മസമാജത്തിന്റെ കോഴിക്കോട്ടെ നേതാവ് അയ്യത്താൻ ഗോപാലൻ. കല്ലുമാല സമരം നടന്നത് ആരുടെ നേതൃത്വത്തിൽ? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. കല്ലുമാല സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗൂഗിൾ, ബിങ്, ആസ്ക് തുടങ്ങിയവ സെർച്ച് എഞ്ചിനുകൾ ആണ്. ഗൂഗിൾ, ബിങ്, ആസ്ക് തുടങ്ങിയവ സെർച്ച് എഞ്ചിനുകൾ ആണ്. ഇതിൽ ഗൂഗിൾ, ബിങ് ഒക്കെ നമ്മൾ മുൻപും പഠിച്ചിട്ടുണ്ട്. ആസ്ക് പുതിയതാണ്, ഓർത്ത് വെക്കണേ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. 1950 എന്ന് തെറ്റിച്ചു തരും. അപ്പൊ നമ്മൾ പ്ലാനിംഗ് കമ്മീഷനൊക്കെ ഓർത്തിട്ട് കൊണ്ട് തെറ്റിക്കാൻ പാടില്ല. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. 56 വരെയായിരുന്നു കാലാവധി. ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ആയിരുന്നു. ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക പുരോഗതി. ലക്ഷ്യം കാർഷിക പുരോഗതി. 1571 മുതൽ 1585 വരെ മുഗളന്മാരുടെ തലസ്ഥാനം ഫത്തേപൂർ സിക്രി. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 565. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 565. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ? തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ ഒരു ലൈൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. വള്ളത്തോളിൻ്റെതാണെന്ന് നമുക്കറിയാം. പക്ഷെ ഏത് കവിതയിൽ നിന്നും എഴുത്തിട്ടുള്ളതാണ് എന്നൊരു ചോദ്യം മുൻപ് വന്നിട്ടുണ്ട്. ദിവാസ്വപ്നം എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ നിന്നും കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ വരികള്. അപ്പം ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് തുടങ്ങുന്ന ഈ വരികള് ദിവാസ്വപ്നം എന്ന വള്ളത്തോളിന്റെ കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഭൂപടങ്ങളിൽ കൃഷി സ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞ. ഭൂപടങ്ങളിൽ കൃഷി സ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞ. അപ്പൊ നിങ്ങളൊരു വയല് ഓർക്കുക. വയലില് ഒരു മഞ്ഞ പൂക്കളാണ്. അപ്പൊ കടുകിൻ്റെതൊക്കെ മഞ്ഞ പൂക്കളാണ്. അപ്പൊ അതുപോലെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഓർത്ത് കണക്ട് ചെയ്ത് വെച്ചേക്കുക. മഞ്ഞ പൂക്കളുള്ള ഒരു വയൽ ഓർത്ത് വെക്കുക. എന്നിട്ട് ഇത് കണക്ട് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത നാഷണൽ വാട്ടർവേസ് 1 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ നദിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ നദിയിൽ. പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഊർജ സ്രോതസ്സാണ് സൗരോർജം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രം ഗ്രാൻഡ് ബാങ്ക്സ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രം ഗ്രാൻഡ് ബാങ്ക്സ്. ജലവിതരണം ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയുടെ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ദ്വിതീയ മേഖല. നമുക്ക് കാണുമ്പോൾ തോന്നും, ഈ ഒരു ചോദ്യം കാണുമ്പോൾ തോന്നും കാർഷിക മേഖല അല്ലെ, കൃഷിയൊക്കെ പ്രാഥമിക മേഖലയാണല്ലോ, അപ്പൊ നമുക്ക് അതിൽ അങ്ങ് എഴുതാം എന്ന് തോന്നും. അപ്പൊ നമുക്കിത് കൺഫ്യൂഷൻ ആവുന്ന ഉറപ്പുള്ളത് കൊണ്ട് ഈ ചോദ്യം ഇടയ്ക്കിടയ്ക്ക് കയറി വരാറുണ്ട്. ഇത് മനസ്സിലാക്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ജലവിതരണം നടത്തണമെങ്കിൽ എന്തായാലും പൈപ്പ് വേണം. അപ്പൊ പൈപ്പിന് 2 ഹോൾസ് ഉണ്ടാവും അല്ലെ, 2 സൈഡിൽ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജലവിതരണം നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുക നിങ്ങൾ, 2 ഹോൾസ് വേണം. അപ്പൊ ദ്വിതീയ മേഖല അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. എന്നാ പിന്നെ മാറിപ്പോവില്ല. എക്സാം ഹോളിന് ആലോചിച്ച് വെക്കുക. നമുക്ക് ഒരു പ്രാഥമിക മേഖല 1 മാത്രം, ഒരു ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് ജലവിതരണം നടക്കുമോ? ഇല്ല, നമുക്ക് 2 ഹോൾ വേണം അല്ലെ.
ഇപ്പൊ നമ്മൾ ടാങ്കിൽ നിന്ന് വെള്ളം താഴെ എത്തിക്കുകയാണെങ്കിൽ ടാങ്കിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഒരു ഓപ്പണും പിന്നെ അതുപോലെ നമ്മൾ പൈപ്പും, അങ്ങനെ 2 ഓപ്പണിംഗ് ഉണ്ടെങ്കിലേ ജലവിതരണം നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കണം. ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത്? ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 7ാം പഞ്ചവത്സര പദ്ധതി. 7ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത്. അപ്പൊ അതൊരു 7ാമത്തെ അറിവായിരുന്നു. 7ാം അറിവ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അങ്ങനെ കണക്ട് ചെയ്യാം. 7ാം പഞ്ചവത്സര പദ്ധതി മനുഷ്യ മൂലധനത്തിന്റെ പങ്കാണ് തിരിച്ചറിഞ്ഞത്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് RIDF നിയന്ത്രിക്കുന്നത് ഏത് ബാങ്കാണ്? നബാർഡ്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് നിയന്ത്രിക്കുന്നത് ഏത് ബാങ്കാണ്? നബാർഡ് ആണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി 11ാം പദ്ധതിയാണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം എന്ന് വെച്ചാൽ സമഗ്ര വികസനം. അപ്പം 12 പഞ്ചവത്സര പദ്ധതികളാണുള്ളത്. അപ്പം 12 ആവുന്നതിന് തൊട്ട് മുന്നെയാണ് നമുക്ക് തോന്നിയത് എന്ത്? സമഗ്രമായ ഒരു വികസനം വേണമെന്ന്. ഓക്കെ, 11ാം പഞ്ചവത്സര പദ്ധതിയിലാണ് സമഗ്ര വികസനം, ഇൻക്ലൂസീവ് ഗ്രോത്ത് കൊണ്ടുവരാൻ തോന്നിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഏത് ദിവസമാണ്? ഡിസംബർ 13. ഡിസംബർ 13 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭാ അംഗങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 51A എത്ര മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നു? 11. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 51A എത്ര മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നു? 11. ആദ്യം 10 ആയിരുന്നു, പിന്നീട് അമെൻഡ് ചെയ്തു, ഒന്നും കൂടെ ഉൾപ്പെടുത്തി, അങ്ങനെ ടോട്ടൽ 11 ആക്കി. ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് ഇന്ത്യൻ പ്രസിഡന്റ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? ആർട്ടിക്കിൾ 280. ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് ഇന്ത്യൻ പ്രസിഡന്റ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? ആർട്ടിക്കിൾ 280. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4 ഉൾപ്പെടുന്നു. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4 ഉൾപ്പെടുന്നു. ഒരു ക്ഷേമരാഷ്ട്രം എന്നതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. ഒരു ക്ഷേമരാഷ്ട്രം, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പമുള്ളതാണ് നിർദ്ദേശക തത്വങ്ങൾ. ഐറിഷ് ഭരണഘടനയിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. അയർലൻഡ് എന്നോ ഐറിഷ് എന്നോ തന്നാൽ അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. ഇതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ഞാൻ അതുപോലെ തന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്, അതുകൊണ്ട് പഠിച്ചു വെക്കണം. നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. പക്ഷെ മൗലിക അവകാശങ്ങൾ കോടതി മുഖേന നമുക്ക് നേടിയെടുക്കാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ റിട്ട് എന്ന ഭാഗം മുന്നേ പറഞ്ഞിട്ടുണ്ട്, അവിടെ നമ്മളത് പഠിച്ചതാണ്. പ്രധാനമന്ത്രി ഉൾപ്പെട്ട മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ 15% അധികമാകരുതെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത്? 91-ാം ഭേദഗതി. പ്രധാനമന്ത്രി ഉൾപ്പെട്ട മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ 15% അധികമാകരുതെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? 91-ാം ഭേദഗതി. ഓക്കെ, ഇനി നമുക്ക് 4 ക്വസ്റ്റ്യൻ ബയോളജി അങ്ങ് പഠിച്ചേക്കാം. ഏതായാലും വന്നാലേ ഒരു വൈക്ക് പോകുമ്പോൾ 4 ബയോളജി ക്വസ്റ്റ്യനും ആയിക്കോട്ടെ. ഇപ്പൊ റെറ്റിനോൾ എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ആന്റി സിറോഫ്താൽമിക് വിറ്റാമിൻ എന്നാണ്. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 4 തന്നിട്ട് ഇതിൽ ഏതാണ് തെറ്റ് ശരി എന്നൊക്കെ കണ്ടുപിടിക്കാൻ, അത് ശരിയാണോ മുഴുവനായിട്ടെന്നൊക്കെ പറയാനിരുന്നു. അതിനകത്ത് നിന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ റെറ്റിനോൾ എന്ന് പറയുമ്പോൾ ആന്റി സിറോഫ്താൽമിക് വിറ്റാമിൻ ആണ്. അപ്പൊ നമുക്കറിയാം സിറോഫ്താൽമിയ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രോഗമാണ് അല്ലെ.
അപ്പൊ ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന വിറ്റമിൻ എ ആണ്. വിറ്റമിൻ എയുടെ ഒരു പേരാണ് റെറ്റിനോൾ. വിറ്റമിൻ എയുടെ പേരാണ് റെറ്റിനോൾ എന്നത്. അപ്പൊ ഇതിങ്ങനെ കണക്ട് ചെയ്യാം. വിറ്റാമിൻ എ, റെറ്റിനോൾ എന്നാണ് ഒരു പേര്. ആന്റി സിറോഫ്താൽമിക് വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി നിയാസിൻ. നിയാസിൻ വിറ്റാമിൻ ബി ഫാമിലിയാണ്. വിറ്റാമിൻ B3 ആണ് നിയാസിൻ. B3 നിയാസിൻ. അപ്പൊ നമ്മൾ B3യുടെ കുറവ് മൂലം വരുന്ന രോഗം പെല്ലഗ്ര എന്ന് പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഇനി നിയാസിൻ എന്നും കൂടെ ഓർത്തു വെച്ചാൽ മതി. നിയാസിൻ, വിറ്റാമിൻ B3, ആന്റി പെല്ലഗ്ര വിറ്റാമിൻ. തേർഡ് വൺ ടോക്കോഫെറോൾ, ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ. സ്റ്റെറിലിറ്റി ഇ ആണ് നിർത്തുന്നത്. അപ്പം വിറ്റാമിൻ ഇയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ എന്ന് പറയുന്ന വിറ്റാമിൻ ഇയുടെ പേരാണ്. ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ആന്റി സ്റ്റെറിലിറ്റി ഇ, അതാണ് വിറ്റാമിൻ ഇ എന്ന് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഫില്ലോക്വിനോൺ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കെക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. അപ്പൊ വിറ്റാമിൻ കെയുടെ പേരാണ് ഫില്ലോക്വിനോൺ. ആന്റി ഹെമറേജിക് വിറ്റാമിൻ, നമുക്കറിയാം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഹെമറേജ് എന്നുള്ള വാക്ക് രക്തം കട്ട പിടിക്കലായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആന്റി ഹെമറേജിക് വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ പേരാണ് ഫില്ലോക്വിനോൺ. മൾട്ടി മോഡൽ ബ്രെയിൻ ഇമേജിംഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യ. നമ്മൾ ചിന്തിക്കില്ല ഇന്ത്യ ഇത്രയും വലിയ കാര്യമൊക്കെ ചെയ്യുന്നുണ്ടോ, നമ്മൾ ഒരു നിമിഷം ഇങ്ങനെ സംശയിക്കും അല്ലെ. ഇന്ത്യനെ നമ്മൾ ആദ്യം വെട്ടും ഓപ്ഷൻസ് എന്ന്. അത് ഇന്ത്യ ആണെന്ന് മനസ്സിലാക്കണം. മൾട്ടി മോഡൽ ബ്രെയിൻ ഇമേജിംഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യ. ഓക്കെ, നമുക്കിനി കുറച്ച് രോഗങ്ങളും രോഗകാരികളൊക്കെ പഠിക്കാം. പകർച്ചപ്പനി പരത്തുന്നത് ഇൻഫ്ലുവൻസ വൈറസ് ആണ്. അപ്പൊ നമുക്കറിയാം ചില ആളുകൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. അവരുടെ ആശയങ്ങള് എല്ലാ ആളുകളിലേക്കും ഇങ്ങനെ പെട്ടെന്ന് പടർന്നു പിടിക്കും, നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ പകരുന്നത് എന്താണ്? ഇൻഫ്ലുവൻസ വൈറസ് ആണ്. പകർച്ചപ്പനി പരത്തുന്നത് ഇൻഫ്ലുവൻസ വൈറസ് ആണ്. വസൂരി വേരിയുള്ള വൈറസ്. വസൂരി ഒരു വെറൈറ്റി ആയിട്ടുള്ള രോഗമായിരുന്നു അല്ലെ. അതുകൊണ്ട് നമുക്കിത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനാണ് ശ്രമിച്ചത് അല്ലെ. നമ്മുടെ രാജ്യം വസൂരി മുക്തമാവാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വസൂരി ഒരു വെറൈറ്റി രോഗമാണ്, അതുകൊണ്ട് വേരിയോള വൈറസ്. ഓക്കെ. മുണ്ടിനീര് മംസ്. ചിലപ്പം പാന് പകരം മാ വെച്ചിട്ടും നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണാം, അപ്പം മനസ്സിലാക്കണം. ഓക്കെ, മുണ്ടിനീര് നമുക്കത് മുണ്ടാക്കി മാറ്റാം. മംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അമ്മമാര് മുണ്ടുടുക്കും. ഒന്നെങ്കിൽ നിങ്ങൾ മുത്തശ്ശിമാര് മുണ്ടുടുക്കും എന്ന് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ അമ്മമാര് മുണ്ട് ഉടുക്കുന്നില്ല എന്ന് കണക്ട് ചെയ്യുക. എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യുക, പഠിക്കുക. മുണ്ടിനീര് മംസ് വൈറസ്. സിഫിലിസ് ട്രിപ്പോണിമ പലേഡം. ഓക്കെ, അപ്പം സിഫിലിസൊക്കെ കൂടെ ഒരു ട്രിപ്പിന് പോയിരുന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യണം. സിഫിലിസ് ട്രിപ്പോണിമ പലേഡം. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ വേറെ വെറൈറ്റീസ് കൊണ്ടുവരുന്നുണ്ട്. ഇതുപോലത്തെ രോഗങ്ങൾ കുറച്ച് പഠിക്കാനുണ്ട്. ഓക്കെ. പാർസെക്, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഇതൊക്കെ നീളത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാം. അപ്പൊ അവിടെ എത്തുന്ന സമയത്ത് നീളത്തിന്റെ യൂണിറ്റ് അല്ല, നമുക്ക് കിലോമീറ്റർ മാത്രമേ അറിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. പാർസെക്, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഇതൊക്കെ നീളത്തിന്റെ യൂണിറ്റുകൾ ആണ്. പഠിച്ചു വെക്കണം. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ 250 ചോദ്യങ്ങൾ കവർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. ഇത് ചെറിയ കാര്യമല്ല, കാരണം നമുക്ക് കാര്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒന്നും വരാതിരുന്നൊരു സമയത്ത് എല്ലാവരും കുറച്ചു കാലം ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നോക്കാം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു സ്പീഡൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഇടയ്ക്കൊരു ബ്രേക്ക് അങ്ങ് എടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്നേന്ന് തന്നെ തുടങ്ങുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു സമയത്ത് ഇതുപോലത്തെ വീഡിയോസ്, PYQ ക്വസ്റ്റ്യൻസ്, പിന്നെ എക്സാം ഒക്കെ എഴുതി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതൊരു റീസ്റ്റാർട്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഇത് നല്ലതാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ 5 ക്ലാസ്സും കണ്ടിട്ടുണ്ടെന്നാണ്. കണ്ടിട്ടില്ല എങ്കിൽ പോയി കാണാം. കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് 50 ചോദ്യങ്ങൾ ഇങ്ങനെ ഡെയിലി കവർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ, ഈ ചാനൽ കൊണ്ട് ഉപകാരം ഉണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതൊരു വലിയ സപ്പോർട്ടാണ്.
അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയുക ഇന്ന കാര്യങ്ങൾ ശരിയല്ല, ഈ രീതിയിൽ ചെയ്യണം, അങ്ങനെ എന്തോ നിങ്ങൾക്ക് പറയാം. ഞാനിവിടെ എന്തും കേൾക്കാൻ റെഡിയാണ്. നല്ല രീതിയിൽ പറഞ്ഞാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യാറുണ്ട് കമൻസ് ഉണ്ടോയെന്നൊക്കെ നോക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലതായാലും മോശമായാലും ഒക്കെ പറയാം. നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി നാളെ 7 മണിക്ക് മുന്നേ അടുത്ത വീഡിയോ ഇടും. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.